വെണ്ടയ്ക്ക വഴുതനങ്ങ പച്ചക്കറി 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 വേണ്ട അമ്മച്ചി. വരുന്നടോ. കുമ്പളങ്ങ പടവലങ്ങ പാവയ്ക്ക വെള്ളരിക്ക ഇഞ്ചി കരിയാപ്പില പച്ചമുളക് ബീറ്റ്റൂട്ട് ക്യാരറ്റ്. കൊച്ചമ്മ താഴത്തെ വീട് പുതിയ താമസക്കാർ വന്നു. എവിടെ ഉള്ളവരാ? കോട്ടയത്തുകാരാ. കോട്ടയത്തുകാർ. തനിക്ക് എന്തൊക്കെ അറിയണം കേട്ടോ? ഭാര്യയും ഭർത്താവും ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനിയും വല്ലതും അറിയണോ? അപ്പൊ അണിമുടി ദമ്പതികളാ. ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതിയല്ല, നസ്രാണികളാ. നാരായണന് ഈ കോളനി താമസിക്കുന്ന എല്ലാവരുടെയും ബയോഡേറ്റ അറിയണം അല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ കൊച്ചമ്മ? ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെജിറ്റേറിയൻ എത്ര, നോൺ വെജിറ്റേറിയൻ എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്ക് അവിടെ ഇവിടെയും പറഞ്ഞു കൊടുത്ത് കടിപിടി കൂട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അതിനല്ലേ കിഴിഞ്ഞു കിഴിഞ്ഞ് ചോദിക്കുന്നേ. ആണം കേട്ടവൻ. എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചി മീനില്ലാത്തോണ്ടാണോ? ഹേയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാനെല്ലാം കഴിക്കും. മതി. ഒരാളും തട്ടുന്ന കണ്ടില്ലേ? നോൺ വെജിറ്റേറിയന്റെ ആളാ. മിണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ? എനിക്കധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. മതി. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടിവിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ട് ആള് മോശമൊന്നും അല്ല. അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മോളിൽ കെട്ടി വെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാൻകുടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര? ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കുന്നേക്കാം, മുഖസ്തുതി പറയല്ല, സഹിക്ക. രാജേട്ടന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാണ്. എന്നതാ കാര്യം? പറയട്ടെ. പറയുന്ന കേൾക്കാമല്ലോ. ഒന്നുമില്ലെന്നേ, ഹോസ്റ്റലിൽ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പോന്നാ. നാട്ടിൽ പോയേച്ച് വരുമ്പോ എപ്പോഴും കാണും ഒരു പൊതി നെയ്യപ്പം. അത് ശരിയാ. ഇപ്പഴെനിക്ക് ഓർമ്മ വന്നത്, അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ ഇവിടെ അമ്മ വന്നത്. ആട്ടെ, നിനക്കെന്നാ പേരായിരുന്നു? എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ. കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും. ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട്. എന്നതാ? ഇനി വന്ന് വൈറ്റ് ലഗോൺ. ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള ചുറ്റായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന? എനിക്ക് പ്രഷറിന്റെ. ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളന്നല്ല ഈ കുറച്ചൊഴിക്ക്. ഇച്ചിരി തോരഞ്ഞു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്നെ എടുക്കാറോ? അല്ല, നല്ല തണുത്ത കാറ്റ്, കുറച്ച് നടക്കാന്ന് വിചാരിച്ചു. എന്താണ്? ഞാൻ പറയാം. എനിക്ക് വേണ്ട, അതല്ല, നിങ്ങൾ വാ, ഞാൻ പറയാം. എന്താ? ഒരു സ്മോൾ അടിക്കാനാ. ഞാൻ കഴിക്കത്തില്ല. അത് കളാ, ബെസ്റ്റ് സ്കോച്ചാ, കസ്റ്റംസിന്ന് ഒതുക്കിയതാ. ഒരു കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം. സോറി, എനിക്ക് വേണ്ട. രാജ്മോഹൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലെന്ന് വെച്ചാ മാരേജിന് മുമ്പ് കമ്പനി സൈക്കിളിന് വേണ്ടി വല്ലപ്പോഴും. അത് പറ. ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ? പ്രശ്നമെന്ന് വെച്ചാ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ. പക്ഷേ ഹസ്ബൻഡിനെ 2 പെഗ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫുണ്ട്. എന്റെ വൈഫ് ഷൈനി. ഷൈനി അടിക്കൂ? അടിക്കുമെന്നോ? എന്നെ അടിയാന്നറിയാവോ? അയ്യോ, ബിസ്കിയും ബ്രാൻഡിയും ഒന്നുമല്ല, വൈൻ, മാസ് വൈൻ. ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന. അതല്ലേ അവർക്ക് ഇത്ര ഗ്ലാമർ.
താൻ വാ. അല്ല എന്നാലും ഒരു കുഴപ്പമില്ല, നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്ന്. എന്താ രണ്ടുപേരും കൂടെ രഹസ്യം? അല്ല, നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്റ്റിന്റെ സ്കേർസിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അതെ നീ പോയി മോൾക്ക് ചോറ് കൊടു, ഞാൻ ഉടനെ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം? ഒരു പിടിയില്ല. റോയിച്ചൻ എന്നെ അയ്യോ ഷോപ്പിങ്ങിന് പോകുന്ന പറഞ്ഞിട്ട് പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ശ്രീദേവി എന്നെ എടുക്കുക. ശ്രീദേവി നിന്നെ തിരക്കി, കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട് ശരി. ഈ കസ്റ്റംസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും. എന്റെ കോട്ട 2 പെഗ്ഗ. ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല. കൂടിയാ പെശക വയലന്റ് ആവും. വേണ്ട. അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത്. Cheers. സത്യം പറയാലോ, വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി. തനിക്കെന്നാ ശ്രീദേവിയെ പേടിയാണ്? അങ്ങനൊന്നുമില്ല. അത് വിട് വിട് വിട്. അല്ലേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത താൻ 4-5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ തള്ളയായി കർത്താവേ. പിന്നെ ഞാൻ എന്താ സന്യസിക്കാൻ പോകുന്നു വിചാരിച്ചോ? പറയുന്ന ആളുടെയും കാണാം. 2-3 കൊല്ലം കഴിയട്ടെ. 2-3 കൊല്ലം കഴിയുമ്പോഴല്ലേ എടോ ഇത്രയും വയസ്സുള്ള ഒരു കൊച്ചിന്റെ തന്തയാവാനുള്ള പഠിച്ച റോയിച്ചിന്. ഓ കുഞ്ഞാളി എപ്പോഴും പറയും പോലെ എന്നെ അടുക്ക രണ്ടുപേരും കൂടെ. എന്തോ ഡിസ്കഷനാന്ന് തോന്നുന്നു. പെട്രോളിയം പ്രോഡക്ട്സോ? ദേണ്ട നടക്കുന്നു പെട്രോളിയം പ്രോഡക്ട്സ്. അവിടെ സ്മോൾ പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ നടക്കുക. റോയിച്ചനല്ലേ കക്ഷി. റോയിച്ചൻ കുടിക്കോ? ഫസ്റ്റ് കുടിക്കോന്ന്. പിന്നെ ഒന്നുണ്ട് കേട്ടോ, ദിവസം 2 വകയെ കഴിക്കത്തുള്ളൂ. കഴിച്ചു കഴിഞ്ഞ പിന്നെ ഫസ്റ്റാ. രാജേട്ടൻ തൊടില്ല. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, 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 തെയ്താരോ തെയ്താരോ തക തെയ്താരോ തെയ്താ. രാജേട്ടൻ കുടിച്ചു അല്ലേ? ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതെന്താ? ഇത് ജീരവെള്ളം. കരിങ്ങാലി. ഇതാണല്ലേ ജീരകവെള്ളം? അമ്മേ രാജ്മോഹൻ, താൻ എന്തായാലും അങ്ങോട്ട് ചെല്ല്. ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി. ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാമല്ലോ. ഇന്നെന്തായാലും പ്രശ്നം. ഒരു ധൈര്യത്തിന് ഇവനോട് അകത്തോട്ട് പോട്ടെ. ചെല്ല്. മാറിയില്ല. എന്നാ പണിയായി കാണിച്ചേ? കുടിക്കാത്ത ആളിനെ എന്നാത്തിന് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നേ? താണ്ട കിടക്കുന്നു. ഞാൻ 2 പെഗയെ കുടിക്കാറുള്ളൂ, നിനക്കറിയാമല്ലോ. പുള്ളി ഒരു ജാർ ഒറ്റ ഇരിപ്പിനെ അകത്താക്കുന്നു. ഓ പിന്നെ ശ്രീദേവി പറഞ്ഞല്ലോ തൊടത്തില്ലാന്ന്. ഓ ഒന്ന് പോടി പെണ്ണേ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും അവരവരെ ഭർത്താക്കന്മാർ വലിക്കില്ല, കുടിക്കില്ല, പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട്. ഇത് മോങ്ങാൻ ഇരുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണ പോലെയാ. അയ്യോ ശ്രീദേവി ഇപ്പൊ എന്നാ വിചാരിക്കുമെന്തോ? ഓ എന്നാ വിചാരിക്കാനാ? കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ഞാനാ, സമ്മതിച്ചു. പക്ഷേ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ആ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. പോയി ഫുഡ് എടുത്ത് പോയി. അത് കൊള്ളാം. മോളെ മോളെ ചേട്ടന് വിശക്കുന്നടി. വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ കുടിച്ചു. തെറ്റ്. ശ്രീകുട്ടിക്ക് അറിയാവോ, നമ്മുടെ പ്രസ്റ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ മോളെ ചേട്ടൻ അല്പം കുടിച്ചത്? പ്രസ്റ്റേജിന് വേണ്ടി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പൊന്നു ശ്രീ, നീ കേൾക്കാത്ത ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആ കോട്ടയത്തുകാരൻ അച്ചായ ഒരു കമ്പനി സേക്കിന് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ചായൻ കരുതും അത് നിന്നെ പേടിച്ചിട്ടാണ്. അതിന്റെ മോശം എന്റെ ശ്രീകുട്ടി കൂടെ ഉണ്ടാവരുമെന്ന് വിചാരിച്ചാ ഞാൻ 2 പേക്ക് അടിച്ചത്.
അതുകൊണ്ട് എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം. നിന്റെ കാലല്ല വിശപ്പാണെങ്കിൽ കാർത്തിനമ്മയോട് പറ, അവരെടുത്ത് തരും. എനിക്കൊന്നും വേണ്ട. നിനക്കൊന്നും വേണ്ട? എനിക്കും വേണ്ട. ആഹാ, ഒരു നേരം ഭക്ഷണം കഴിച്ചത് ചത്തൊന്നും പോകത്തില്ല. രാജേട്ടൻ കുടിക്കില്ലെന്ന് എന്റെ അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അയക്കോ, ഇനി എന്ത് വേണമെങ്കിലും അയക്കോ. എന്റെ ശ്രീകുട്ടി ഒരുമാതിരി ഫീൽ ചെയ്ത് വർത്താനം പറയുന്നത്. രാജേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മേ, ഞാൻ ഇന്ന് ആരെയാ കണി കണ്ടത്? ഓ എന്റെ ദൈവമേ. മുടി കെട്ടാനും സമ്മതിക്കില്ലല്ലോ. എനിക്ക് ഇവിടെ ഉറങ്ങണം. ഉറങ്ങിക്കോ, വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും. എന്നതാ എന്നതാ റോയിച്ച എടുക്കുന്നത്? പിൽസ് കഴിച്ചോ? ഓ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. എന്നതാ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ? നിനക്കിതൊന്നും പറഞ്ഞാ ഇപ്പൊ മനസ്സിലാകുകയല്ല. ഓ, ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിച്ച. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നാ. നീ അടുത്തടുത്ത് 3-4 പ്രസവിച്ചു നോക്ക്. ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും. എന്നതാ ഷൈനി, നാണമില്ലേ? ഇതൊന്ന് നിർത്തിക്കൂടായോ എന്നൊക്കെ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായൻ തരുന്ന ഒന്ന് കഴിക്ക്. വെള്ളം കുടിക്ക്. നിനക്കെന്നതാ ഒരു കള്ളലക്ഷണം? നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ? വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. അയ്യോ, അപ്പൊ ഇതിനു മുമ്പ് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ലെന്നാ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ, ഞാനെന്തൊരു പട്ടി കിടക്കണം? വേണ്ടാത്ര കഴിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കത്തില്ല. അത് വേറെ കാര്യം. ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോവാ. എന്നെ പുറകെ വിളിക്കരുത്. എന്താ കുഞ്ഞെ, ഭക്ഷണം കൊടുക്കട്ടെ? വേണ്ട, കാർത്തിനിമ്മ ഊണ് കഴിച്ചോളൂ. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ താഴേന്ന് കഴിച്ചു. ശ്രീ, എന്റെ ശ്രീകുട്ടിയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തുപോയി ആഹാരം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇങ്ങോട്ട് തിരിയാൻ. ദേ, ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല. ചിരിച്ചേ. ചിരിക്കാൻ. ഞാൻ പറയും ചിരി. നീറുന്ന ജ്വാലയിൽ നീറുന്ന ജ്വാലയിൽ നീറുമെന്നത്തിൽ നൂറു നൂറു വിരിഞ്ഞു കൊഴിഞ്ഞു കരിയുമെന്നത്തിൽ